നമസ്കാരം. ഞാൻ ഡോക്ടർ ബോബി മോസസ്, അനന്തപുരി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ആണ്. ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ മനുഷ്യ മനസ്സുകളിൽ ഭീതി പകർത്തുകയും കേരളത്തെ വിറപ്പിക്കുകയും ചെയ്യുന്ന പകർച്ചപ്പനിയായ ഡെങ്കിപ്പനിയെക്കുറിച്ചാണ്. ഡെങ്കിപ്പനിയെക്കുറിച്ചുള്ള ചില ശരിയായ കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെയും നിങ്ങളെ ബോധവൽക്കരിക്കുവാനാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്താണ് ഡെങ്കിപ്പനി? ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഒരു വൈറസ് കൊണ്ടുവരുന്ന രോഗമാണ്. ഈ ഡെങ്കി വൈറസ് 4 തരത്തിലുള്ളതുണ്ട്. ഡെങ്കി വൈറസ് 1, 2, 3 and 4. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഡെങ്കി വൈറസ് 1 ആണ് കൂടുതലുമായി കണ്ടുവരുന്നത്. എന്നാൽ 2, 3, 4ഉം പല രാജ്യങ്ങളിലും ഇപ്പോൾ വ്യാപകമായി ഉള്ളതാണ്. ഇതിനെ പകർത്തുന്നത് ഈഡീസ് ഈജിപ്റ്റായി എന്ന് പറയുന്ന ശുദ്ധവെള്ളത്തിൽ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ വളരുന്ന ഒരു കൊതുകാണ്. ഈ കൊതുകിൻ്റെ പ്രത്യേകത, ഇത് പകൽ സമയത്താണ് കടിക്കുന്നത്. വൈകുന്നേരങ്ങളിലും ഏർലി മോർണിംഗ്സിലുമൊക്കെയാണ് ഇത് നമ്മളെ കടിക്കുന്നത്. ആ സമയത്താണ് നമ്മൾ അധികം ഇതിനെക്കുറിച്ച് ബോധേഡ് അല്ലാതെ ഇരിക്കുന്നത്. രാത്രിയിൽ നമ്മൾ കൊതുക് വലയ്ക്കകത്ത് കിടക്കാം, രാത്രിയിൽ മസ്കിറ്റോ മാറ്റൊക്കെ ഉപയോഗിക്കാം. എന്നാൽ വൈകുന്നേരങ്ങളിൽ 5 മണി 6 മണി സമയത്തും വെളുപ്പിനെ കടിക്കുന്ന ഈ കൊതുകിനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. ആ സമയങ്ങളിലാണ് ഇത് കടിക്കുകയും ഈ ഡെങ്കിപ്പനി പകർത്തുന്ന വൈറസിനെ നമ്മുടെ ശരീരത്തിലാക്കുകയും ചെയ്യുന്നത്. ഈ ഡെങ്കി വൈറസിനെ പകർത്തുന്ന ഈ കൊതുക്, അത് ഏഡിസ് ഈജിപ്റ്റയുടെ പെൺകൊതുകാണ്. ഇത് ഒരേ സമയത്ത് ഒരു കൊതുക് തന്നെ പല ആൾക്കാരെയും കടിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ഡെങ്കി വൈറസ് നമ്മുടെ ശരീരത്തിനകത്ത് കയറിയതിനു ശേഷം അത് നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലുള്ള ഡെൻഡ്രിറ്റിക് സെൽ എന്ന് പറയുന്ന ഒരു സെല്ലിനകത്ത് കയറി അതിനകത്ത് അത് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ ശരീരത്തിൽ അത് പല വ്യത്യാസങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഈ ഡെൻഡ്രിറ്റിക് സെല്ലിനകത്ത് കയറി അത് വ്യാപകമായി അത് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം ഈ ഒരു 3 ദിവസം കഴിയുമ്പോൾ ഈ വൈറസിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയാൻ തുടങ്ങും. എന്നാൽ ഈ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിനെതിരായി വ്യാപരിക്കുന്ന ഇമ്മ്യൂൺ സിസ്റ്റം അത് വളരെ അധികമായി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും. ആ സമയത്ത് പനി കുറയുകയും, എന്നാൽ പനി കുറയുന്ന സമയത്താണ് ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും BP കുറയുകയും ഈ ഡെങ്കു കാരണം വരുന്ന കോംപ്ലിക്കേഷൻസിനുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യുന്നു. ഈ ഡെങ്കിപ്പനിയെ എങ്ങനെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും? ഡെങ്കി ഫീവർ എന്ന് പറയുന്ന ഈ പദത്തിൻ്റെ അർത്ഥം തന്നെ ബ്രേക്ക് ബോൺ ഫീവർ എന്നാണ്. അപ്പോൾ ഡെങ്കിപ്പനി വരുമ്പോൾ പനി വന്നവർക്ക് വളരെ കഠിനമായ ശരീരവേദന, നടുവേദന, കണ്ണിൻ്റെ പിറകിലെ വേദന, തലവേദന ഉണ്ടായിരിക്കും. ഇതിനോടുകൂടെ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അവിടെ ശരീരത്തിൽ ചുമന്ന പാടുകൾ ഉണ്ടായിരിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് വെള്ളയും അതിന് ചുറ്റും ചുമന്ന പാടുകളുമായിട്ട് റാഷസ് ഉണ്ടാകാം. അത് കഠിനമായ ഛർദിലും വയറുവേദനയും ഒക്കെ ഉണ്ടാകാം. ചിലർക്ക് മൈൽഡായിട്ടുള്ള തൊണ്ടവേദനയും ചുമയും ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടാകാം. എന്നാൽ ആദ്യം പറഞ്ഞ കഠിനമായ പനി, വളരെ അസഹനീയമായ ശരീരവേദന, നടുവേദന, തലവേദന, കണ്ണിൻ്റെ പിറകിലെ വേദന, ഛർദിൽ, ഇതാണ് ഇതിനെ കൂടുതലും നമ്മൾ ഇത് ഡെങ്കി ആണോ എന്ന് നമ്മളെ സംശയിപ്പിക്കുന്നത്. ആദ്യത്തെ 3 ദിവസവും നമ്മൾ നല്ല റെസ്റ്റ് എടുക്കുകയും അധികമായി വെള്ളം കുടിക്കുകയും ചെയ്താൽ മതിയായിരിക്കും. 3 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ടെസ്റ്റുകൾ നോക്കും. അപ്പോൾ ഡെങ്കിപ്പനിയിൽ നമ്മൾ എന്ത് ടെസ്റ്റാണ് നോക്കുന്നത്? ഈ ഡെങ്കിപ്പനിയിൽ സാധാരണമായി ടോട്ടൽ കൗണ്ട് കുറയാം, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയാം, ചിലരുടെ ലിവർ ഫങ്ഷന് ചില അബ്നോർമാലിറ്റി ഉണ്ടാകും, പ്രത്യേകിച്ച് അതിൻ്റെ ലിവർ എൻസൈംസ് SGOT, SGPT കൂടാം. ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എത്ര കുറയുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത്? നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 1.5 lakhs to 4.5 lakhs ആണ്. എന്നാൽ 1 ലക്ഷം വരെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. 1 ലക്ഷത്തിൻ്റെ താഴെ ആയാൽ നമ്മൾ ഇതിനെ ഡെങ്കി ഹെമറാജിക് ഫീവർ സ്റ്റേജ് 1 പോകുക എന്ന് പറയും. 1 ലക്ഷത്തിൻ്റെ താഴെയായാൽ നമ്മൾ അതിനെ കുറച്ച് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. എന്നാൽ അപ്പോഴും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. 50,000-ൽ താഴെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആയാൽ നമ്മൾ ഡെഫിനറ്റായിട്ട് അഡ്മിറ്റ് ആകുകയും അതിൻ്റെ വേറെ ചികിത്സാ രീതികൾ തേടുകയും ചെയ്യണം. എന്നാൽ ഈ 3 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 1 ലക്ഷത്തിൻ്റെ അടുത്ത് ആയാലും പനി മാറിയെങ്കിലും നമ്മൾ എല്ലാ ദിവസവും
1 or 2 പ്രാവശ്യമെങ്കിലും നമ്മളുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കേണ്ടതാണ്. എന്നാൽ ഓരോരുത്തർക്കും അത് വളരെ വ്യത്യസ്തമായാണ് അതിൻ്റെ കുറയുകയും താഴുകയും ചെയ്യുന്നത്. ചിലർക്ക് വളരെ വേഗത്തിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ലെവൽസിൽ കുറയുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഡെങ്കിപ്പനിയുടെ വേറെ ചില ഡെങ്കിപ്പനിയിൽ മാരകമായ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, പേഷ്യൻറ്റിന് തളർച്ച ഉണ്ടാകാം, ചിലപ്പോൾ മയക്കം പോലെ വരാം, ബ്ലഡ് പ്രഷർ കുറഞ്ഞതുപോലെ തോന്നാം, അതായത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തലകറക്കമോ കണ്ണിന് ഇരുട്ട് കയറുന്നത് പോലെ തോന്നാം, വളരെ അധികമായി ലൂസ് മോഷൻ ഉണ്ടാകുകയോ മോഷൻ കറുത്ത കളറിൽ പോവുകയോ ചെയ്താൽ, എവിടെയെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടായാൽ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ അവരുടെ പീരിയഡ്സിൻ്റെ ബ്ലീഡിംഗ് കൂടുതലായി വരികയോ, യൂറിനിൽ കൂടെ ബ്ലഡ് പോവുകയോ മലത്തിൽ കൂടെ ബ്ലഡ് പോവുകയോ, വായിൽ പല്ലുകളുടെ ഇടയിൽ മോണയിലൊക്കെ രക്തം വരികയോ ചെയ്താൽ, കാലുകളിൽ രക്തം വരുന്നത് കൊണ്ട് ഈ പർപ്പുര എന്ന് പറയുന്ന ചില റാഷുകൾ ഉണ്ടായാലോ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറുടെ അടുക്കൽ വരികയും അതിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം. ഡെങ്കിപ്പനി നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. നമ്മൾ അതിനായി നല്ല റെസ്റ്റ് എടുക്കുകയും ആവശ്യമുള്ള വെള്ളം കുടിക്കുകയും പനിക്ക് ആവശ്യമുള്ള മരുന്ന് കഴിക്കുകയും ചെയ്താൽ മിക്കവരിലും അത് തനിയെ ശരിയായി മാറുകയും ചെയ്യും. എന്നാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഡേഞ്ചർ സൈൻസ് ഉണ്ടെങ്കിൽ ഉടനെ ഡോക്ടറുടെ അടുക്കൽ വരിക. ഇതിന് പ്രത്യേക ചികിത്സാ രീതികളൊന്നുമില്ല. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് റീഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പനി കഠിനമായി ഉണ്ടെങ്കിൽ അതിനാവശ്യമുള്ള പനി കുറയുവാനുള്ള മരുന്നുകൾ കൊടുക്കുക. ആൻറ്റിബയോട്ടിക്സ് ഒന്നും ആവശ്യമില്ലാതെ ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ട ചില സാഹചര്യങ്ങളിൽ ഡെങ്കി വൈറസ് വരുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറയുന്നത് കൊണ്ട് വേറെ അസുഖങ്ങൾ, കോളിസിസ്റ്റൈറ്റിസ് പോലത്തെ വേറെ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് അപ്പൻഡിസൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വന്നാൽ അതിന് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ടതേ ഉള്ളൂ. അല്ലാതെ ഡെങ്കിപ്പനിക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യമില്ല. ചിലർ പപ്പായയുടെ തളിരിലയോ പപ്പായ തണ്ടോ കഴിച്ചാൽ ഇത് ശരിയാകും എന്ന് പറയാറുണ്ട്. എന്നാൽ പലപ്പോഴും അത് കൂടുതലായി നമ്മളുടെ വയറിൻ്റെ പ്രശ്നം, നമ്മളുടെ കുടലിൻ്റെ അസുഖങ്ങളെ കൂട്ടുകയല്ലാതെ അത് കാരണം വലിയ പ്രയോജനമൊന്നുമില്ല എന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള കണ്ടുപിടുത്തം. അതുകൊണ്ട് നമ്മൾ സാധാരണ ഇതിന് ചെയ്യുന്നത് നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, ഭക്ഷണം കഴിക്കുക, വെള്ളം ധാരാളമായി കുടിക്കുക. ഡേഞ്ചർ സൈൻസ്, തലകറക്കം, മയക്കം, കണ്ണിന് ഇരുട്ട് കയറുക, എഴുന്നേറ്റ് നിൽക്കുവാനോ ഒന്നും കഴിയാത്ത ഒരവസ്ഥയിലാകുക, അധികമായി ലൂസ് മോഷൻ പോവുക, കറുത്ത കളറിലെ മോഷൻ പോവുക എന്നിങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ, ശ്വാസമുട്ട് വന്നാൽ, മൂത്രത്തിൻ്റെ കളറിന് വ്യത്യാസം വന്നാൽ, മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞാൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും തോന്നിയാൽ ഉടനെ തന്നെ ഏതെങ്കിലും ആശുപത്രിയിൽ ഡോക്ടറെ സന്ദർശിക്കുക. ഉടനെ തന്നെ അതിനുള്ള പരിഹാരവും അതിനുള്ള ചികിത്സയും കണ്ടെത്തുക. പലർക്കുമുള്ള സംശയം, ഡെങ്കിപ്പനിയുള്ള ഒരു രോഗിയെ പരിരക്ഷിക്കുമ്പോൾ അവർക്കും ഡെങ്കിപ്പനി കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ്. എന്നാൽ ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് ഡയറക്റ്റായിട്ട് ഈ ഡെങ്കി വൈറസ് പകരുകയില്ല. കൊതുക് കടിക്കുമ്പോൾ മാത്രമാണ്, കൊതുക് കടിയിലൂടെ ഏഡിസ് ഈജിപ്തി എന്ന കൊതുക് കടിച്ചാൽ മാത്രമാണ് അത് പകരുന്നത്. പിന്നെയും പലരും ഡെങ്കിക്ക് പ്രിവെൻറ്റീവായിട്ട് മെഡിസിൻ ഉണ്ട് എന്ന് പറയാറുണ്ട്. എന്നാൽ ഇതുവരെയും ഡെങ്കിക്ക് പ്രിവെൻറ്റീവായിട്ടൊരു മെഡിസിനുമില്ല. ഡെങ്കി വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അത് വിപണിയിലെത്തിയിട്ടില്ല. അതിപ്പോഴും ഒരു സ്റ്റഡിയുടെ സ്റ്റേജിലാണ്. ഇതുവരെ അതിൻ്റെ എഫിക്കസിയും ഒന്നും ആയിട്ടില്ല. ഈ ഡെങ്കിപ്പനിയെ നമുക്ക് പകരാതെ നോക്കുവാനായിട്ട് ഒറ്റ വഴിയുള്ളൂ കൊതുകിൻ്റെ നിർമ്മാർജ്ജനം. കൊതുക് വളരുന്ന കേന്ദ്രങ്ങൾ, അതായത് നമ്മളുടെ വീട്ടിന് ചുറ്റുമുള്ള വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള ചെറിയ പൂളുകൾ, അല്ലെങ്കിൽ ഈവൻ ഉണക്ക ഇല കിടന്നാൽ അതിലുള്ള വെള്ളത്തിൽ പോലും ഈ കൊതുക് മുട്ടയിട്ട് പെരുകും. അല്ലെങ്കിൽ ഈ വീട്ടിനകത്ത് വെച്ചിരിക്കുന്ന ചെടിച്ചട്ടിയുടെ താഴെ വെള്ളം കെട്ടിക്കിടക്കുന്ന അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ കൊതുക് പറ്റി പെരുകുന്നത്. അതുകൊണ്ട് നമ്മളെ വീട്ടിലെ ടെറസിൽ ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ചിരട്ട, റബ്ബറിന് വെച്ചിരിക്കുന്ന ചിരട്ടകൾ, ടാർപോളിൻ ഷീറ്റുകൾ, പ്ലാസ്റ്റിക് കവറുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെള്ളം കെട്ടാൻ സാധ്യതയില്ലാത്ത രീതിയിൽ അതിനെ നമ്മൾ മാറ്റുകയും ഈ കൊതുകിൻ്റെ ശല്യം നമ്മൾ തടയുകയും ചെയ്താൽ ഈ ഡെങ്കിപ്പനി പകരുന്നത് നമുക്ക് തടയുവാനായിട്ട്